എന്തിനെ ഇവിടെ ഇല്ലല്ലേ? അത് വെക്കണമെന്ന് പറഞ്ഞിരിക്കാം. കടയിൽ പോയി നോക്കാൻ പോലെ സമയം കിട്ടാണ്ടാവും. എനിക്കാണെങ്കിൽ വീട്ടിൽ 40 മുറിയിൽ എത്തിയ വർക്കപ്പ് ചെയ്ത് നോക്കുക. പണം ഏറ്റിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ചെലവാക്കാൻ കോടികൾ കിടക്കല്ലേ? അന്ന് സാറ് പോയതിനു ശേഷം ഞാൻ സാറിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മാത്രമല്ല, ആളുകളെ കോടിച്ചൊന്നാക്കാൻ എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്ന് പറയാൻ സത്യമാ. റോഡിലൂടെ പോകുമ്പോ സാറിന്റെ വണ്ടി കണ്ടിട്ട് കഴിയുന്നു സാർ. ആക്ച്വലി നിങ്ങളെ എനിക്ക് മനസ്സിലായി സാറേ. സാറിന്റെ ഫോട്ടോ ഞങ്ങൾ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നത്. തെരുവ് തന്നെ നടന്ന എന്നെ കോടീശ്വരനാക്കുന്നത് സാറാ. എത്ര പേരെ ഞാൻ കോടീശ്വരന്മാരാക്കുന്നു. എല്ലാവരും അവർക്ക് ഇപ്പൊ എനിക്ക് പറ്റൂ. ഇന്നലെ തന്നെ 3-4 പേരെ കോടീശ്വരന്മാരാക്കിയതും. ഞങ്ങളെ ഈ വന്നിരിക്കുന്നത് ജോലിദാസൻ സാറല്ല, മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി കയ്യിൽ ഒരു 10-50,000 രൂപയുണ്ടെങ്കിൽ സാറിന്റെ കുടുംബത്തിലാണ് 2 വർഷത്തിനുള്ളിൽ എനിക്ക് 1 കോടി രൂപ എത്തിച്ചെന്നു. ഇത് ദൈവമാണ് നിങ്ങളെ. ദൈവം, എന്റെ ദൈവമേ, ഇത് മതി എഴുതട്ടോ. ദൈവം ബാങ്കിൽ ഷർട്ട് വിട്ട് സാറിന്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിയതാണ്. എന്നെ ഇങ്ങനെ കോട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇവിടെ സ്വകാര്യ വിസിറ്റിക്ക് വന്നതാണ്. കോട്ട് പോലും ഇട്ടിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. പ്ലീസ് ഗോ. സാറേ, എന്നെ അനുഗ്രഹിച്ചു പോകും. അനുഗ്രഹിച്ചു. എന്നെ കാണാനാക്കരുത്. പോകൂ പ്ലീസ്. കോട്ടെ വെങ്ങളെ എവിടെ ചെന്നാലും വലിയ തല്ല്. വെറുതെ കോടിച്ചന്മാരാക്കുന്നത് ഇങ്ങനൊക്കെ ചെയ്യുന്ന കാര്യമുണ്ടോ? സാറ് വലിയ ആളാണ് എന്നെല്ലാവരും പറയുന്നു. നമ്മൾ ഈ കാശിക്ക അതെങ്ങനെ ഇരട്ടിക്കുന്നത്? എന്റെ കയ്യിൽ കിട്ടുന്ന പണം അമേരിക്ക, ജർമ്മനി മുതലായ രാജ്യങ്ങളിലെ വമ്പൻ വ്യവസായികളാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ലാഭം മുഴുവൻ പണം ഇൻവെസ്റ്റ് ചെയ്തോട്ട് കിട്ടും. ചില മാസങ്ങൾ കൊണ്ട് കോടീശ്വരന്മാർ, ചില ഭാഗ്യദോഷികൾ 1-2 വർഷം കൊണ്ടൊക്കെ കോടീശ്വരന്മാരാകും. കോടീശ്വരന്മാർ മാത്രം അതാണ് എന്റെ പ്രശ്നം.